15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഇന്ന് ആരംഭിക്കും. നിയമനിർമ്മാണത്തിനായി ചേരുന്ന സഭ 9 ദിവസമാണ് സമ്മേളിക്കുന്നത്. ആദ്യ ദിവസമായ ഇന്ന് വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ പിരിയും. എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആവ്യ. ഇന്നത്തെ ദിവസം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പിരിയുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടിക്രമങ്ങളില്ല. പക്ഷേ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതല്ല. സ്വാഭാവികമായും നമ്മൾക്കറിയാം, വലിയ തോതിലുള്ള നിരവധിയായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളടക്കം പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും സർക്കാരും അടക്കമുള്ളവർ. പക്ഷേ പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കുമെന്ന കാര്യം ഉറപ്പാണ്. സഭാ നടപടിക്രമങ്ങൾ വലിയ തോതിൽ തടസ്സപ്പെടുത്താനുള്ള നീക്കവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ 9 ദിവസത്തെ സഭാ സമ്മേളനത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഷീജ. തീർച്ചയായും കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിനാണ് തുടക്കമാകുന്നത്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ പറയുന്നത് പോലെ തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സഭ പിരിയുകയാണ്. മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും തന്നെ ഇന്ന് കടക്കുകയില്ല. പക്ഷേ അതല്ല, തിങ്കളാഴ്ച മുതൽ സഭയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, കാരണം ഇപ്പോൾ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിഷയങ്ങളാണ് നിലനിൽക്കുന്നത്. കാരണം സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ പല കോണിൽ നിന്നായി ഉയർന്നു വന്നതും അത് സർക്കാർ കൃത്യമായ രീതിയിൽ പ്രതിരോധിച്ച് അത് ഓരോ മണിക്കൂറിലും അത് തെറ്റാണെന്ന് തെളിയിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളെയൊക്കെ പ്രതിപക്ഷം ഏറ്റെടുത്ത് ഒരു രാഷ്ട്രീയ ആയുധമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചേരുന്ന സഭാ സമ്മേളനം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ് ഈ സഭാ സമ്മേളനം ചേരുന്നതെങ്കിൽ പോലും നിയമനിർമ്മാണം അതിൻ്റെതായ രീതിയിൽ നടക്കുമോ എന്നുള്ളത് തന്നെയാണ് നോക്കിക്കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സഭയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ള സഭാ നടപടികൾ തടസ്സപ്പെടുത്തി സഭ പ്രക്ഷുബ്ധമാക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് പ്രതിപക്ഷം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നത് തൃശൂർ പൂരം, അതോടൊപ്പം തന്നെ ADGPക്കെതിരായിട്ടുള്ള അന്വേഷണം, അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദുവിന് നൽകിയിട്ടുള്ള അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ PR ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, ഇതൊക്കെ സഭയിലും ഉയർത്തുക, അതിനൊപ്പം തന്നെ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധവും ഉയർത്തുക എന്നുള്ളതാണ് നിലവിൽ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. ഏത് രീതിയിലാണ് ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം ത്രിതല അന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായ രീതിയിൽ ഏത് രീതിയിലാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ സർക്കാർ കാണുന്നത്, അതോടൊപ്പം തന്നെ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് അതിൽ തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ വിഷയം പ്രതിപക്ഷം സഭയിൽ ഉയർത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതായിരിക്കും. ആ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള മറുപടികൾ സഹിതം അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഭരണപക്ഷവും സ്വീകരിക്കുക. അതിനൊപ്പം മറ്റൊരു വിഷയമുള്ളത് PV അൻവറിന്റെ കാര്യമാണ്. കാരണം PV അൻവർ നമുക്കറിയാം, കഴിഞ്ഞ സഭാ സമ്മേളനം വരെ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന, ഇടതുപക്ഷ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ PV അൻവറിന്റെ നീക്കങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ ഒരു ആരോപണത്തോടെ ADGPക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഉയർത്തിയതിന് പിന്നാലെ ഇടതുപക്ഷ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്ന PV അൻവറിനെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ CPIMന്റെ പാർലമെന്ററി പാർട്ടി യോഗം സ്പീക്കർക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോഴേക്കും അത് ഭരണപക്ഷത്ത് നിന്നും ഇരിപ്പിടം PV അൻവറിൻ്റേത് മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. അതിൽ സ്പീക്കർ തീരുമാനം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി എടുത്തിരുന്നു. ഭരണപക്ഷത്ത് നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഒരു ഭാഗത്തേക്കാണ് PV അൻവറിൻ്റെ സീറ്റ് മാറ്റിയിട്ടുള്ളത്. ഇന്നിപ്പോൾ PV അൻവർ ഇവിടെ എത്തുന്നില്ല സഭാ സമ്മേളനത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ സമഗ്രമായി സഭയിൽ ഉയർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഇന്നിപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ച് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പിരിയുമ്പോൾ പോലും തിങ്കളാഴ്ച മുതൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാവ്യ.